പതിവ് പോലെ ബ്ലാസ്റ്റേഴ്സ് തോറ്റുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു. ഈ തോൽവി നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തന്നെയാണ്. പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് എന്നാണ് എന്റെ അഭിപ്രായം. തുടർന്നുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു ഡെഡ്മാർക്ക്. അപ്പോൾ പതിവ് പോലെ തോറ്റുകൊണ്ട് തന്നെ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു എന്താ പറയാ, ഈ ഒരു തോൽവി നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, നമ്മൾ എന്തായാലും ഒരു തോൽവി എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് മോഹൻ ബഗാനുമായി കളിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം ലീഗിലെ ഏറ്റവും മികച്ച ടീമാണ് മോഹൻ ബഗാന്റെ കയ്യിലുള്ളത്. മറ്റു ടീമുകളുടെ ഒക്കെ അവസ്ഥ അങ്ങനെയല്ല. ബ്ലാസ്റ്റേഴ്സിന്റെ അടക്കം, ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ ശരിക്കും അറിയാമല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട വിദേശ താരങ്ങൾ ആരും തന്നെ ടീമിലില്ല, ഒരാള് പോലും ഇല്ല. പിന്നെ നമ്മുടെ പല പ്ലെയേഴ്സിനെ, നമ്മുടെ കോറായിട്ടുള്ള പല പ്ലെയേഴ്സിനെയും വിൽക്കേണ്ട അവസ്ഥയിലാണ് ക്ലബ് ഉള്ളത്. അപ്പോൾ അതിന്റെ എല്ലാം ആ ഒരു പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പുതിയ വിദേശ താരങ്ങളെ പറ്റിയിട്ട് നമുക്കറിയാം. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. നമുക്കുണ്ടായിരുന്ന നമ്മുടെ വിദേശ താരങ്ങളെക്കാളും ഒരുപാട് പടി താഴെയുള്ള കുറച്ച് വിദേശ താരങ്ങളാണ് ഇപ്പോൾ നിലവിൽ ടീമിലുള്ളത്. അവരുടെയൊക്കെ പെർഫോമൻസിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ബഗാനെ സംബന്ധിച്ചിട്ട് ഞാൻ ബഗാന്റെ ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, ഈ വർഷത്തെ ടൈറ്റിൽ ബഗാൻ അടിച്ചില്ല എങ്കിൽ ഇതിൽ പരം ഒരു നാണക്കേട് ബഗാൻ ഉണ്ടാവാനില്ല. കാരണം ബഗാൻ ഈ വർഷം ടൈറ്റിൽ അടിച്ചില്ലെങ്കിൽ ബഗാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇനി കളിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഒരു ടീമാണ് അവരുടെ കയ്യിലുള്ളത്. അവർക്ക് ആരാണില്ലാത്തത്? എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ നാഷണൽ സ്ക്വാഡ് മുഴുവൻ അവരുടെ കയ്യിലുണ്ട്. അതേപോലെ ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വിദേശ താരങ്ങളും അവിടെയുണ്ട്. അവർക്ക് ഒരു ടീം ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ടീമും കൂടി ഇറക്കാനുള്ള പ്ലെയേഴ്സ് ആ ബെഞ്ചിൽ ഇരിപ്പുണ്ട്. പിന്നെ ISL ഇതുവരെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഒരു ഏറ്റവും മികച്ച ഒരു മാനേജർ ഇന്ന് അവരുടെ കൂടെ ഉണ്ട്. അപ്പോ ലൊബേറോ കളി തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, ഞങ്ങൾ 6 ഗോൾ അടിച്ച് ജയിക്കും എന്ന് പറഞ്ഞിരുന്നു. സോ നമ്മളത് എക്സ്പെക്ട് ചെയ്തിരുന്നതായിരുന്നു. എന്തായാലും നല്ല കണക്കിന് മേടിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബ്ലാസ്റ്റേഴ്സ് അതിലൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തി എന്ന് തന്നെ പറയണം. കാരണം ഡേവിഡ് കാറ്റ്ല അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ബഗാനെ മനസ്സിലാക്കി, ബഗാന്റെ ടാക്ടിക്സുകളെ മനസ്സിലാക്കിയിട്ടാണ് കാറ്റ്ല ഇന്നലെ കളിച്ചത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ 2 ഗോൾ വാങ്ങത്തില്ലായിരുന്നു, കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങില്ലായിരുന്നു എന്നുള്ളതാണ്. ബഗാന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഷോട്ട് ഓൺ ടാർജറ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബഗാൻ ഏകദേശം 23 ഷോട്ടുകൾ ഉതിർത്ത് അതിൽ 7 എണ്ണം ഓൺ ടാർജറ്റ് അടിച്ചു. നമ്മൾ ആകെ 2 ഷോട്ട് മാത്രമേ അടിച്ചുള്ളൂ. അതിൽ ഓൺ ടാർജറ്റുകളൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് പൊസിഷനൊക്കെ നോക്കുമ്പോൾ അവർ 65% പൊസിഷനായിരുന്നു, നമ്മൾ വെറും 35% മാത്രം പൊസിഷൻ. അപ്പം കളിയൊക്കെ കൂടുതലും ബഗാന്റെ കയ്യിൽ തന്നെയായിരുന്നു. കാരണം ആയിരിക്കണമല്ലോ, ഇത്രയും വലിയൊരു ടീം, അവര് കളിക്കണമല്ലോ. ഓക്കെ, പക്ഷേ ലൊബേറോ പറഞ്ഞത് 6 ഗോൾ അടിച്ച് വിജയിക്കും എന്നായിരുന്നു. പക്ഷെ കാറ്റ്ല അത് നൈസായിട്ട് തടഞ്ഞു എന്നുള്ളതാണ്. കാരണം ബഗാനെ സംബന്ധിച്ചിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് കളിക്കുന്ന സമയത്ത് ബഗാൻ അവസാന നിമിഷമൊക്കെ വന്ന് ഒരു 2-3 ഗോളൊക്കെ അടിച്ചിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ പ്ലേയേഴ്സ് ഒക്കെ ഒന്ന് തളർന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് ഒക്കെ ടയേർഡായി നിൽക്കുന്ന സമയത്ത് ഇവരുടെ മെയിൻ കുറച്ച് സ്ട്രൈക്കേഴ്സിനെ, കുറച്ച് ഭയങ്കര അഗ്രസീവ് അറ്റാക്കിംഗ് മെന്റാലിറ്റി ഒക്കെ ഉള്ള പ്ലേയേഴ്സിനെ, ദിമിത്രിയോസിനെയൊക്കെ പോലുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് അടിച്ചിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സെയിം ടാറ്റിക്സ് ഇപ്പുറത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് കാറ്റ്ല. അതായത് ആകെ 2 വിദേശ താരങ്ങൾ വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. അതിനുശേഷം ഫസ്റ്റ് ഹാഫ് വരെയും അങ്ങനെ തന്നെ കളിച്ചു. മാക്സിമം നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ച് ടൈം കളയുക, ഹോൾഡ് ചെയ്യുക, മാച്ച് ഒരുപാട് സ്കോർസ് വീഴാതെ ഹോൾഡ് ചെയ്ത് കളിക്കുക എന്നുള്ളതായിരുന്നു കാറ്റ്ലയുടെ പ്ലാൻ എന്നുള്ളത്. അതിനുശേഷം കളി കുറച്ച് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വിദേശ താരങ്ങളെയൊക്കെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത്, അറ്റാക്കിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അത് അടിപൊളി ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ യോക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിങ്ങിലൂടെ കുറച്ച് ജീവൻ വെച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ യോക്ക് കൊള്ളാം കേട്ടോ, യോക്ക് അടിപൊളിയാണ്. ആള് ഭയങ്കര സ്പീഡി റണ്ണും, പുള്ളി ഭയങ്കര അടിപൊളി. പുള്ളി നല്ലൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്, സത്യം പറയാലോ, ഭയങ്കര ഒരു പ്രതീക്ഷ പുള്ളി നൽകുന്നുണ്ട്. അതേപോലെ നമ്പർ 10 റോസിന്റെ കേസ് പറയുകയാണെങ്കിൽ, ലൂണ നമ്പർ ഇട്ട് കളിച്ചത് കൊണ്ടാവാം നമുക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നാഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു നമ്പർ 10 പ്ലെയറിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ട ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും ആളുടെ അടുത്തൊന്നും വന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ നമുക്ക് നോക്കാൻ വരുമായിരിക്കും. ഇനി 12 മത്സരങ്ങൾ കിടപ്പുണ്ട്. നമ്മൾ എന്തായാലും ഈ പ്രാവശ്യം ടൈറ്റിലോ അല്ലെങ്കിൽ ട്രോഫിയോ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നല്ലൊരു സീസൺ മാത്രമാണ് എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് ഞാൻ നോക്കിക്കാണുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പിന്നീട് എടുത്ത് പറയുകയാണെങ്കിൽ, അതേപോലെ വിക്ടറിന്റെ കേസ് പറയുകയാണെങ്കിൽ, വിക്ടറിനെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ അൽവാരോ വാസ്കസിനെ പോലെയാണ് തോന്നുന്നത്. കാരണം വാസ്കസും ഇതേപോലെ തന്നെയായിരുന്നു. ആദ്യമൊക്കെ വന്നിട്ട് ഒരു കുഴഞ്ഞ മട്ടായിരുന്നു, പുള്ളിക്ക് ബോൾ ഇടുന്ന, പുള്ളി ഒന്ന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. പിന്നെ റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചിടലായിരുന്നു. അപ്പോൾ
അതേപോലെ ഒരു സാധനമായിട്ട് എനിക്ക് വിക്ടറിനെ തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, എന്റെ തോന്നലായിരിക്കാം. വിക്ടർ എത്രത്തോളം അടിപൊളിയായിട്ട് വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്റെ ഒരു അഭിപ്രായത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ 2 ഗോൾ മാത്രം മേടിച്ചിട്ടാണ് പരാജയപ്പെട്ടത്. ലൊബേറോ പറഞ്ഞത് 6 ഗോൾ അടിക്കുമെന്നായിരുന്നു. ലൊബേറോയുടെ കോൺഫിഡൻസ് എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ ആ കോൺഫിഡൻസിനൊക്കെ തകർക്കുന്ന രീതിക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് വന്നത്. ഡിഫൻസ് ചെയ്ത് കളിച്ചു. 2 ഗോളിൽ മാത്രമേ ബഗാനുമായിട്ട് തോറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. എല്ലാവരും നമ്മൾ കുറ്റം പറയുമെങ്കിലും എനിക്ക് കുറ്റം പറയാനോ അല്ലെങ്കിൽ പിഴവുകൾ പറയാനോ ഒന്നും താല്പര്യമില്ല. കാരണം ഇങ്ങനെ ഒരു ടീം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു ലീഗ്, ഇതിൻ്റെ ഉള്ളിൽ ബഗാനുമായിട്ട് ഇതേപോലൊരു ടീം, ബഗാൻ അവരുമായിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ഇനി കളികളുണ്ടല്ലോ അത് എന്നുള്ള ഒരു മെന്റാലിറ്റി മാത്രമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ എന്താ പറയാ വേൾഡ് ക്വാളിറ്റി ടെലികാസ്റ്റിനെ പറ്റിയിട്ടാണ്. എന്തുവായിരുന്നത് വാൻഗോഡിൽ ആദ്യം കളി അങ്ങോട്ട് വെച്ചപ്പോൾ ആദ്യം സൗണ്ട് ഒന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കമന്ററി വന്നു, മറ്റേ കോളാമ്പിയൊക്കെ വെച്ച് മറ്റേ അമ്പലത്തിൽ സപ്താഹത്തിനൊക്കെ വായനയൊക്കെ വായിക്കുന്ന പോലെ സപ്താഹത്തിന് വിളിച്ചു പറയുന്ന പോലെ ഒരു കമന്ററി ഒക്കെ വന്നു. അപ്പോൾ ഗ്രൗണ്ട് നോയ്സോ കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ വരുന്നു പോകുന്നു, ഇടയ്ക്ക് മൈക്ക് കൂകി വിളിക്കുന്നു. എൻ്റെ പൊന്നേട ക്യാമറ ക്വാളിറ്റി ഒക്കെ ബഹുകേമം, കെങ്കേമം. ബംഗാളിൽ തന്നെയുള്ള ഏതോ ടീമിനെയാണ് ഏൽപ്പിച്ചേക്കുന്നതെന്നാണ് അറിയുന്നത്. എന്തുവാണോ എന്തോ. പിന്നെ ഈ ബഗാനെ സംബന്ധിച്ചിട്ട് എന്താ ഇവർക്ക് ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ്, ഫിനാൻസ് ക്യാപ്പ് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. അതായത് ഇന്ത്യയിലുള്ള എല്ലാ മെയിൻ പ്ലേയേഴ്സ് ഇവരുടെ ടീമിലുണ്ടല്ലോ. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇവരിനെയും ഇന്ത്യയിലെ ബാഴ്സലോണയോ റയൽ മാഡ്രിഡോ ഒക്കെ ആക്കാനുള്ള പരിപാടി എന്തെങ്കിലും ആയിരിക്കുമല്ലേ? കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അവരുടെ അത്രയും മെയിൻ പ്ലേയേഴ്സും അവരുടെ പ്ലേയേഴ്സും മൊത്തം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം വന്നു. നമ്മുടെ മാനേജ്മെന്റിനോട് പറയാനുള്ളത് കുറച്ചുകൂടെ പാഷനേറ്റ് ആവാം. കുറച്ചൊക്കെ പാഷൻ ടീമിനോട്, ലാഭവും ബിസിനസ്സും മാത്രം നോക്കാതെ കുറച്ചൊക്കെ പാഷൻ കൂടി വേണം. ഇപ്പം പാഷൻ ഇല്ലാത്ത ആളുകൾ ഫുട്ബോളിൽ ബിസിനസ് ചെയ്യാൻ ഇറങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അല്ലാതെ വേറൊന്നും പറയാനില്ല. താങ്ക് യു.